ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 2 കാരക്കോറം. ആൻസർ ഓപ്ഷൻ 2 കാരക്കോറം. 2. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 സത്ലജ്. ആൻസർ ഓപ്ഷൻ 3 സത്ലജ്. 3. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചൈന. ആൻസർ ഓപ്ഷൻ 1 ചൈന. 4. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ 4 ഗുജറാത്ത്. 5. ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള കേരളത്തിലെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പെരിയാർ. ആൻസർ ഓപ്ഷൻ 2 പെരിയാർ. 6th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 തെന്മല. ആൻസർ ഓപ്ഷൻ 3 തെന്മല. 7th ക്വസ്റ്റ്യൻ, എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ 1 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ 1 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 8th ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ 4 സത്ലജ്. ആൻസർ ഓപ്ഷൻ 4 സത്ലജ്. 9th ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. ആൻസർ ഓപ്ഷൻ 2 ചെന്തുരുണി വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ 2 ചെന്തുരുണി വന്യജീവി സങ്കേതം. 10. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കാസർഗോഡ്. ആൻസർ ഓപ്ഷൻ 3 കാസർഗോഡ്. 11. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 CK ലക്ഷ്മണൻ. ആൻസർ ഓപ്ഷൻ 1 CK ലക്ഷ്മണൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ തുടങ്ങിയ കലാരൂപങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിടുന്ന സ്ഥാപനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കേരള ലളിതകലാ അക്കാദമി. ആൻസർ ഓപ്ഷൻ 4 കേരള ലളിതകലാ അക്കാദമി. 13. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? നെന്മാറ വല്ലങ്ങിവേല പാലക്കാട്, മണ്ണാറശാല ആയില്യം തൃശൂർ, ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം, വൈക്കത്തഷ്ടമി കോട്ടയം. ആൻസർ ഓപ്ഷൻ 2 റോങ് ആൻസർ. മണ്ണാറശാല ആയില്യം തൃശൂർ ജില്ലയല്ല, ആലപ്പുഴ ജില്ലയിലാണ്. 14. താഴെ തന്നിരിക്കുന്നവയിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ബാലലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പോക്സോ. ആൻസർ ഓപ്ഷൻ 3 പോക്സോ നിയമം. 15. വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ആൻസർ ഓപ്ഷൻ 1 90 ദിവസം. ആൻസർ ഓപ്ഷൻ 1 90 ദിവസം.
16. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ 4 ഗവർണർ. ആൻസർ ഓപ്ഷൻ 4 ഗവർണർ. 17. കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ 2 ധ്വനി. ആൻസർ ഓപ്ഷൻ 2 ധ്വനി. 18ാമത്തെ ക്വസ്റ്റ്യൻ. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ആൻസർ ഓപ്ഷൻ 3 പാപ്പില്ല. ആൻസർ ഓപ്ഷൻ 3 പാപ്പില്ല. 19. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 വൈറ്റമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. 20. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഇലക്ട്രോകാർഡിയോഗ്രാം. ആൻസർ ഓപ്ഷൻ 4 ഇലക്ട്രോകാർഡിയോഗ്രാം. 21. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 4A. ആൻസർ ഓപ്ഷൻ 2 4A. 22. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ 3 സുപ്രീം കോടതി. 23. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിൽ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 നീൽ ദർപ്പൺ. ആൻസർ ഓപ്ഷൻ 1 നീൽ ദർപ്പൺ. 24. ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 കിരൺ റിജിജു. ആൻസർ ഓപ്ഷൻ 4 കിരൺ റിജിജു. 25. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഓം ബിർള. ആൻസർ ഓപ്ഷൻ 2 ഓം ബിർള. 26. താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ജ്യോതിബ ഫുലെ. ആൻസർ ഓപ്ഷൻ 3 ജ്യോതിബ ഫുലെ. 27. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ലാല ലജ്പത് റായ്. ആൻസർ ഓപ്ഷൻ 1 ലാല ലജ്പത് റായ്. 28. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ 4 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 29. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അനുച്ഛേദം 21A. ആൻസർ ഓപ്ഷൻ 2 അനുച്ഛേദം 21A. 30. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 1950 ജനുവരി 26. ആൻസർ ഓപ്ഷൻ 3 1950 ജനുവരി 26.
31ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യാന്തര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്ക്. രാജ്യാന്തര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ബെറിങ് കടലിടുക്ക്. രാജ്യാന്തര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. 32 കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് സർദാർ KM പണിക്കർ എഴുതിയ കൃതി. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് സർദാർ KM പണിക്കർ എഴുതിയ കൃതി. ആൻസർ ഓപ്ഷൻ 4 എ ഹിസ്റ്ററി ഓഫ് കേരള. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് സർദാർ KM പണിക്കർ എഴുതിയ കൃതിയാണ് എ ഹിസ്റ്ററി ഓഫ് കേരള. 33 വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ 2 വിക്ക് ഹെയ്സ്. വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്ക് ഹെയ്സ്. 34 താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ 2 വയനാട്. റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. 35 നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ 3 1 2 3 4 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒന്ന് നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 36 ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 1 86ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002. 86ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002. 37 യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. 38 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. 39 2020 ഓഗസ്റ്റിൽ പുതിയ സ്റ്റേറ്റ് ലോഗോ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? 2020 ഓഗസ്റ്റിൽ പുതിയ സ്റ്റേറ്റ് ലോഗോ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ജാർഖണ്ഡ്. 2020 ഓഗസ്റ്റിൽ പുതിയ സ്റ്റേറ്റ് ലോഗോ പുറത്തിറക്കിയ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ, മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ത്? മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ഡേറ്റ്. ആൻസർ ഓപ്ഷൻ 3 2019 ജൂലൈ 31 മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. 2019 ജൂലൈ 31.